നമ്മൾ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? പക്ഷേ ഇന്നത്തെ ലെസണിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ സെൻറ്റൻസസ് എങ്ങനെ ഉണ്ടാക്കും എന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പതിവ് പോലെ വീഡിയോൻ്റെ അവസാനം ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അതുകൂടി ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ ഓഫീസിലിരിക്കുകയാണ്. നമ്മൾ കാണാൻ പുറത്തൊരാൾ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ അയാളോട് പറയുകയാണ്, അകത്തേക്ക് വരൂ. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കം ഇൻ എന്ന് പറയും അല്ലേ? അതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്, കം ഇൻ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ ഏറ്റവും ചെറിയ സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇതാ ഈ കാണുന്നത് ഇംഗ്ലീഷിലെ ഒരു ചെറിയ സെൻറ്റൻസ് ആണ് കം ഇൻ. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടും സംശയം തോന്നും, ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റും വേർബും വേണമല്ലോ. അപ്പോൾ ഇവിടെ വേർബുണ്ട്, സബ്ജക്റ്റ് എവിടെ എന്ന്. പക്ഷേ ഇങ്ങനെയുള്ള സെൻറ്റൻസസിന് സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അയാളോടൊരു കാര്യം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ സബ്ജക്റ്റ് വരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കം ഇൻ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് യു കം ഇൻ എന്നാണ്. അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അകത്തേക്ക് വരൂ എന്നാണല്ലോ. അപ്പോൾ ആ യു അവിടെ അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. മറ്റൊന്ന്, ഈ അകത്തേക്ക് വന്ന ആളോട് നമ്മൾ പറയുകയാണ് ഇരിക്കൂ എന്ന്. അത് നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ സിറ്റ് ഡൗൺ എന്ന് പറയാം, അല്ലെങ്കിൽ ടേക്ക് യുവർ സീറ്റ് എന്നും പറയാം അല്ലേ? അതാണ് ഈ കാണിക്കുന്നത്, ടേക്ക് യുവർ സീറ്റ്. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾ ഇരിക്കൂ എന്നാണ്. യു ടേക്ക് യുവർ സീറ്റ് എന്നാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വീട്ടിൽ കുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മൾ അവരോട് പറയാറില്ലേ, കരച്ചിൽ നിർത്തൂ, കരയാതിരിക്കൂ എന്ന്. അപ്പോൾ അവിടെ നമ്മൾ അവരോടൊരു കാര്യം ഒരു ഓർഡർ പോലെ പറയാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ വരുന്നതെന്ന് നോക്കൂ, സ്റ്റോപ്പ് ക്രൈയിങ്. കണ്ടോ, സബ്ജക്റ്റ് വന്നിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ആർക്കെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ആ ജംഗ്ഷനിൽ ആ ട്രാഫിക് ലൈറ്റ്സിൻ്റെ അവിടുന്ന് വലത് തിരിഞ്ഞു പോകൂ എന്ന്. അപ്പോൾ അവിടെ എനിക്ക് പറയാം ടേൺ റൈറ്റ് അറ്റ് ദ ട്രാഫിക് ലൈറ്റ്സ്. കണ്ടോ, ടേൺ റൈറ്റ് അറ്റ് ദ ട്രാഫിക് ലൈറ്റ്സ്, സബ്ജക്റ്റ് ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ കാണാറുള്ള തരം സെൻറ്റൻസ് ഉണ്ടല്ലോ, ഈ സബ്ജക്റ്റും വേർബും ഒക്കെ ഉള്ള തരം സെൻറ്റൻസ്. അതിനൊരു എക്സാമ്പിൾ പറയാം. നോക്കൂ, ഹീ കംസ് ഏർലി, അയാൾ നേരത്തെ വരാറുണ്ട് എന്നർത്ഥം. ഇവിടെ കാണാമല്ലോ സബ്ജക്റ്റും വേർബും ഉണ്ട്. ഹീ ആണ് സബ്ജക്റ്റ്, കംസ് ആണ് വേർബ്. അപ്പോൾ ഇങ്ങനെയുള്ള തരം ഇംഗ്ലീഷ് സെൻറ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേര് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളിന്ന് പഠിച്ച തരം ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഞാനൊരാളോട് നേരിട്ട് പറയാണ് നേരത്തെ വരൂ എന്ന്. അപ്പോൾ അത് ഞാൻ അയാൾക്ക് കൊടുക്കുന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഓർഡറാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? കം ഏർലി എന്ന് പറയും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള തരം സെൻറ്റൻസിന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. അപ്പോൾ കാണാമല്ലോ, ഈ ഇംപെറേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഇല്ല കേട്ടോ. എന്ന് മാത്രമല്ല ആ വേർബിൻ്റെ ഫോം എന്താണെന്ന് നോക്കൂ. ഞാനിവിടെ കം എന്നാണ് പറഞ്ഞത്. ആ വേർബിൻ്റെ ബേസ് ഫോമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ING അല്ലെങ്കിൽ ഇതിൻ്റെ പാസ്റ്റ് ഫോം ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യില്ല. ബേസ് ഫോം മാത്രമാണ് നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതുപോലെയുള്ള സെൻറ്റൻസസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതൊരു സെൻറ്റൻസ് ആണെന്ന് പോലും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഇപ്പോൾ ഇത് നോക്കൂ, ഹാവ് ഫൺ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരു പിക്നിക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയില്ലേ എൻജോയ് ചെയ്യൂന്ന്. അപ്പോൾ നമുക്ക് പറയാവുന്നതാണ് ഹാവ് ഫൺ. മറ്റൊന്ന് ടേക്ക് കെയർ, സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ടേക്ക് കെയർ. അതുപോലെ ഒരെണ്ണം സ്റ്റേ സേഫ്. ഇതെല്ലാം സെൻറ്റൻസസ് ആണെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സെൻറ്റൻസസിലൊന്നും നമ്മൾ സബ്ജക്റ്റ് എടുത്ത് പറയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരാളോട് നേരിട്ട് പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ, പക്ഷേ അവിടെ ആ യു എന്ന വാക്ക് വരുന്നില്ല. പക്ഷേ ഈ സെൻറ്റൻസസ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ പറയാണ് ആൻ വാതിൽ തുറക്കൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ആൻ ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ആൻ എന്ന പേര് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്ന്. അങ്ങനല്ല കേട്ടോ. ഇവിടെ ഓപ്പൺ ദ ഡോർ എന്ന സെൻറ്റൻസിൽ സത്യത്തിൽ സബ്ജക്റ്റ് ഇല്ല. പക്ഷെ ഞാനത് പറയുന്നത് ആനിനോടാണ്. അതുകൊണ്ടാണ് ആൻ ഓപ്പൺ ദ ഡോർ എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ മറ്റൊന്ന്, കുട്ടികളെ വേഗാവട്ടെ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ചിൽഡ്രൻ ഹറി അപ്പ്. അപ്പോൾ ഇവിടെ ചിൽഡ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് അല്ല, ഞാൻ അവരോടായിട്ടത് പറയുന്നു എന്നേ ഉള്ളൂ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, ഒരു കൂട്ടത്തിൽ ഒരാൾ മാത്രം ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അയാളോട് ഇങ്ങനെ പറയും, ദാ നിങ്ങളവിടെ ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തൂ എന്ന് അല്ലേ. അപ്പോൾ അയാളോടായിട്ട് ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞേക്കാം, യു സ്റ്റോപ്പ് മേക്കിംഗ് നോയ്സ് എന്ന്.
അപ്പോൾ യു എന്നത് സബ്ജക്റ്റ് അല്ല, ഇവിടെ ഞാൻ അയാളോടായിട്ട് പറയുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ആരോടെങ്കിലും ഒരു കാര്യം ചെയ്യൂ എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കമാൻഡ് പോലെയൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്നെങ്ങനെയാണ് പറയുകയെന്ന് ഇനി നമുക്ക് നോക്കാം. എനിക്കൊരാളോട് പറയണം വൈകരുത്. അപ്പോൾ അരുത് എന്നാണ് അവിടെ വന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് ഡോണ്ട് ബി ലേറ്റ് എന്നാണ്. അപ്പോൾ ആ അരുത് എന്നുള്ളൊരു നെഗറ്റീവ് മീനിങ് അവിടെ കിട്ടാൻ ഞാൻ ഡോണ്ട് എന്ന് ചേർത്തു. മറ്റൊന്ന്, എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഡോണ്ട് ഫൊർഗെറ്റ് ടു ടെക്സ്റ്റ് മീ. കണ്ടോ, ഡോണ്ട് ചേർത്ത് പറഞ്ഞു, ഡോണ്ട് ഫൊർഗെറ്റ്. ഒരു എക്സാമ്പിൾ കൂടെ, പല വീടുകളിലും നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യം കേട്ടോ, ബെഡിൽ നനഞ്ഞ തോർത്തിടല്ലേ. അപ്പോൾ അതെങ്ങനെ പറയാം? ഡോണ്ട് ലീവ് ദ വെറ്റ് ടവൽ ഓൺ ദ ബെഡ്. കണ്ടോ, ഡോണ്ട് ലീവ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യരുത് എന്നർത്ഥം വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള തരം ഇമ്പരേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ ഒരിക്കലും ആ യു എന്ന സബ്ജക്റ്റ് എടുത്ത് പറയില്ല എന്ന്. പക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടി ഒരു എംഫസിസ് കിട്ടാൻ, ഒരു ഊന്നൽ കിട്ടാൻ നമ്മൾ ആ സബ്ജക്റ്റ് അവിടെ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ സംസാരിക്കുകയാണ്. സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ് ടീച്ചറോട്, ഞാൻ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ മേ ഐ ലീവ് നൗ എന്നാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ടീച്ചർ പറയാണ് നോ, യു സ്റ്റേ ഹിയർ. അപ്പോൾ സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അതിന് കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് കിട്ടാനാണ് ടീച്ചർ പറയുന്നത് യു സ്റ്റേ ഹിയർ എന്ന്. കണ്ടോ, അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, എക്സാം ഹാളിൽ സ്റ്റുഡൻറ്റ് ടീച്ചറോട് ചോദിക്കുകയാണ്, ഞാൻ എഴുതി തുടങ്ങിക്കോട്ടെ എന്ന്. കെൻ ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് നൗ എന്നാണ് ചോദ്യം. ടീച്ചർ പറയാണ് നോ, യു വെയിറ്റ് ഫോർ ദ ബെൽ. വേണ്ട, നീ ബെല്ലടിക്കാൻ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ വെയിറ്റ് ഫോർ ദ ബെൽ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ അതിന് കുറച്ചുകൂടി ഒരു ഊന്നൽ കിട്ടാനാണ് യു വെയിറ്റ് ഫോർ ദ ബെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനും നമ്മൾ ഈ ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ മുമ്പ് കണ്ടല്ലോ. അതിനെ നമ്മൾ നെഗറ്റീവ് ഇമ്പരേറ്റീവ്സ് എന്നാണ് കേട്ടോ വിളിക്കുക. അവിടെയും ചിലപ്പോൾ നമ്മൾ ഇതേപോലെ സബ്ജക്റ്റ് ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ, നമ്മൾ കുട്ടികളോട് പറയാണ് തർക്കുത്തരം പറയരുത്, ഡോണ്ട് ആൻസർ ബാക്ക്. ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്, ചെയ്യരുതെന്ന് പറയുകയാണല്ലോ. പക്ഷെ അതിന് കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഡോണ്ട് യു ആൻസർ ബാക്ക്, ഡോണ്ട് യു ആൻസർ ബാക്ക്. അപ്പോൾ യു എന്ന സബ്ജക്റ്റ് ഞാൻ എവിടെയാണ് ചേർത്തിരിക്കുന്നതെന്ന് നോക്കൂ, ഡോണ്ട് കഴിഞ്ഞിട്ട് ഡോണ്ട് യു ആൻസർ ബാക്ക് എന്നാണ് പറയുന്നത്. അർത്ഥം ഇത് തന്നെയാണ്, നീ തർക്കുത്തരം പറയരുത് എന്ന്. മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പറയണ്ട. അപ്പോൾ ഇംഗ്ലീഷിൽ ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു. കണ്ടോ, നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണ്, ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിന് കുറച്ചുകൂടി എംഫസിസ് കിട്ടാൻ ഞാൻ യു ചേർക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? ഡോണ്ട് യു ടെൽ മീ വാട്ട് ടു ഡു. എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് നീ പറയണ്ട. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഇമ്പരേറ്റീവ് സെൻറ്റൻസസിൻ്റെ മുൻപിലായിട്ട് നമ്മൾ പലപ്പോഴും ഓൾവേസ്, നെവർ എന്നൊക്കെയുള്ള തരം വാക്കുകൾ, അപ്പോൾ അവരെ നമ്മൾ ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് നോക്കൂ, ഓൾവേസ് ടെൽ ദ ട്രൂത്ത്, സത്യം പറയുക എന്നുള്ളതാണ് പറയുന്നത്, അതിൻ്റെ കൂടെ ഞാൻ ഓൾവേസ് കൂടെ ചേർത്തു. മറ്റൊന്ന്, എന്നോട് ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. അപ്പോൾ അവിടെ ഞാൻ നെവർ ചേർക്കുകയാണ്. നെവർ സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ്. ഡോണ്ട് എന്ന് പറഞ്ഞാലും മതിയായിരുന്നു, അതിന് പകരം നെവർ സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും നമ്മളോടൊരു കാര്യം ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര പൊളൈറ്റ് അല്ലാത്തതുപോലെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യം കുറച്ചുകൂടെ ഒന്ന് പൊളൈറ്റ് ആക്കാൻ, ഒന്ന് സോഫ്റ്റ് ആക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ട്രിക്സ് ഉണ്ട്. അതിലൊന്ന് പ്ലീസ് എന്ന വാക്ക് ചേർക്കുക എന്നുള്ളതാണ്. ഈ സെൻറ്റൻസ് നോക്കൂ, 2 മണിയോടുകൂടെ വരൂ എന്നാണ് പറയുന്നത്, കം ബൈ 2 o'clock. അപ്പോൾ അതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആക്കാൻ നമുക്ക് പറയാം കം ബൈ 2 o'clock പ്ലീസ് എന്ന്. മറ്റൊന്ന്, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ, ലെറ്റ് മീ സ്പീക്ക്. ഇപ്പോൾ ഇവിടെ ലെറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എലൗ ചെയ്യൂ എന്നാണ് കേട്ടോ, അനുവദിക്കൂ എന്നാണ്. ലെറ്റ് മീ സ്പീക്ക്, അത് ഞാൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാൻ പോവുകയാണ്, ലെറ്റ് മീ സ്പീക്ക് പ്ലീസ് എന്ന് പറയാണ്. പ്ലീസ് എന്ന വാക്ക് ചേർത്തു. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കോൺവെർസേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ ജെയിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ ജെയിനോട് പറയാണ് വാ നമുക്ക് പോവാം എന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ ജെയിൻ ഷാൽ വി ഗോ. അപ്പോൾ ജെയിൻ പറയാണ് 1 സെക്കൻഡ് തരുമെന്ന്. അപ്പോൾ അതെങ്ങനെ പറയാം? ഗിവ് മീ എ സെക്കൻഡ്. അപ്പോൾ അത് ഷോർട്ടായിട്ട് ഗിവ് മീ എ സെക് എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ പറഞ്ഞു, ഗിവ് മീ എ സെക് പ്ലീസ് എന്ന്. മുൻപ് നമ്മൾ കണ്ടല്ലോ. ഇതുപോലെ നമുക്ക് ഒരു വാക്ക് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം, അങ്ങനെയും ഇത് പൊളൈറ്റ് ആക്കാം. ജസ്റ്റ് എന്ന വാക്ക് ചേർക്കാം, ജസ്റ്റ് ഗിവ് മീ എ മിനിറ്റ് പ്ലീസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഇമ്പരേറ്റീവ് പൊളൈറ്റ് ആക്കാൻ നമുക്ക് 2 വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ പ്ലീസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ന വാക്കും ചേർക്കാം.
ഇത് കൂടാതെ നമുക്കൊരു ഫ്രേസ് കൂടെ ഉണ്ട് കേട്ടോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന ഫ്രേസ് ചേർത്താലും ഒരു ഇംപെറേറ്റീവ് ഒന്നുകൂടെ സോഫ്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം, ഗിവ് മി എ മിനിറ്റ് പ്ലീസ് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന്. ഇനി ഒരു ഇംപെറേറ്റീവ് സെൻറ്റൻസ് ഒന്നുകൂടി പൊളൈറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഫോമൽ ആക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡു എന്ന വാക്ക് ചേർത്താൽ മതി. അപ്പോൾ മുൻപ് നമ്മൾ കണ്ടൊരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അകത്തേക്ക് വരൂ എന്നത്. അതെങ്ങനെ നമ്മൾ പറഞ്ഞത്? കം ഇൻ എന്നായിരുന്നു അല്ലേ? അതൊന്നുകൂടെ ഫോമൽ ആക്കണമെങ്കിൽ നമുക്ക് പറയാം ഡു കം ഇൻ എന്ന്. അതുപോലെ ഇരിക്കൂ എന്നത് സിറ്റ് ഡൗൺ അല്ലെങ്കിൽ ടേക്ക് യുവർ സീറ്റ് എന്നത് ഡു സിറ്റ് ഡൗൺ എന്ന് പറയാം. ഡു ടേക്ക് യുവർ സീറ്റ് എന്നും പറയാം. അപ്പോൾ നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അയാളോടൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അതൊട്ടും റൂഡായി തോന്നാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ഈ നോക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുക. എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്നറിയാമോ? അപ്പോൾ ഞാൻ പറയാണ് ഷീ ഈസ് ഹാപ്പി, ഇസൻ ഷീ എന്ന് ചോദിക്കില്ലേ? അവൾ ഹാപ്പിയാണ് അല്ലേ എന്ന് പറയാനാണ് ഇസൻ ഷീ എന്ന് ഞാൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ടാഗ്സ് ആഡ് ചെയ്താലും ഒരു ഇംപെറേറ്റീവ് സെൻറ്റൻസ് ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ഒരാളോട് പറയാണ് ആ വാതിലടയ്ക്കൂ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ക്ലോസ് ദ ഡോർ എന്നാണല്ലോ. അത് ഒന്നുകൂടെ പൊളൈറ്റ് ആക്കാൻ എനിക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാം, വിൽ യു എന്ന്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന്, ആ അർത്ഥം കിട്ടും ഈ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലോസ് ദ ഡോർ, വിൽ യു. മറ്റൊന്ന്, എൻ്റെ കയ്യിൽ ഫോണില്ല, അപ്പോൾ ഞാൻ വേറൊരാളോട് ആ ഫോണൊന്ന് തരൂ എന്ന് പറയാം കേട്ടോ. ഇംഗ്ലീഷിൽ പറയുന്നത് ലെൻഡ് മീ യുവർ ഫോൺ എന്നാണ്. പക്ഷെ അത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യും. ഞാൻ പറയാൻ പോകുന്നത് ലെൻഡ് മീ യുവർ ഫോൺ, ക്യാൻ യു? ആ ഫോണൊന്ന് തരാൻ സാധിക്കുമോ എന്നാണ് അർത്ഥം. വേറൊരെണ്ണം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, ലിസൺ ടു മീ എന്നാണ് സെൻറ്റൻസ്. അതിൻ്റെ കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുകയാണ്, ലിസൺ ടു മീ, വോണ്ട് യു എന്ന്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഇങ്ങനൊരു ഇംപെറേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ടാഗ്സ് ഏതൊക്കെയാണ്? വിൽ യു, ക്യാൻ യു, വോണ്ട് യു. ഇത് മൂന്നും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊരു നെഗറ്റീവ് ഇംപെറേറ്റീവ് ആയിരുന്നെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചേർക്കുന്നത് വിൽ യു മാത്രമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, നമ്മൾ ആരോടെങ്കിലും പറയാണ് മിണ്ടരുത്, അതായത് സംസാരിക്കരുത്, ഡോണ്ട് ടോക്ക്, വിൽ യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നെഗറ്റീവ് ഇംപെറേറ്റീവ്സിന് എപ്പോഴും വിൽ യു ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗായിട്ട് ചേർക്കുക. ഇതുവരെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ചെയ്യൂ എന്നാവശ്യപ്പെടാൻ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാനൊക്കെയാണ് നമ്മൾ ഈ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ഇംപെറേറ്റീവ് സെൻറ്റൻസസിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല എന്ന കാര്യം. പക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടി ഒരു ഊന്നൽ കിട്ടാനായിട്ട് നമ്മളവിടെ യു എന്ന സബ്ജക്റ്റ് ചേർത്ത് പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ഒരു സന്ദർഭം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്കൊരു അസുഖം ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയാണ് ആരെങ്കിലും ആംബുലൻസ് വിളിക്കൂ എന്ന്. അപ്പോൾ ഞാനത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് സ്പെസിഫിക് ആയിട്ട് പറയുകയല്ല, നിങ്ങൾ വിളിക്കൂ. അപ്പോൾ യു എന്നൊരു അർത്ഥം അവിടെ വരുന്നില്ല, ആരെങ്കിലും എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് വരുന്നത് നോക്കൂ, സംബഡി കോൾ ആൻ ആംബുലൻസ് എന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ അവിടെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, സംബഡി കോൾ ആൻ ആംബുലൻസ്. മറ്റൊന്ന്, എല്ലാവരും ഇരിക്കൂ എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എവ്രിബഡി സിറ്റ് ഡൗൺ അല്ലെങ്കിൽ എവ്രിബഡി സിറ്റ് ഡൗൺ പ്ലീസ് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ലെറ്റ് അസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്നത് ചേർത്തും ഈ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് പലപ്പോഴും വരാറുണ്ട്. അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കാം. അപ്പോൾ ഇത് ആരോടൊക്കെ ഒരു നിർദ്ദേശം പോലെ പറയുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇതെനിക്ക് ലെറ്റ്സ് എന്നത് ചേർത്ത് പറയാം. അപ്പോൾ സെൻറ്റൻസ് വരുന്നത് എങ്ങനെയാണ്? ലെറ്റ്സ് വെയിറ്റ് ഫോർ അതേഴ്സ്. ഈ ലെറ്റ്സ് എന്ന് വെച്ചാൽ ലെറ്റ് അസ് എന്നാണ് കേട്ടോ. ലെറ്റ്സ് വെയിറ്റ് ഫോർ അതേഴ്സ്. അപ്പോൾ വെയിറ്റ് ഫോർ അതേഴ്സ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ ഞാനിത് ലെറ്റ്സ് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊരു ഫോർമലായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ ലെറ്റ് അസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഉദാഹരണത്തിന് നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. ലെറ്റ് us begin the meeting. ലെറ്റ് us begin the meeting. അപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതും ഇതേ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അകത്തേക്ക് പോകണ്ട. അപ്പോൾ ലെറ്റ്സ് ചേർത്ത് ഞാൻ എങ്ങനെ പറയുന്നത് നോക്കൂ. ലെറ്റ്സ് നോട്ട് ഗോ ഇൻ പ്ലീസ്. ലെറ്റ്സ് നോട്ട് ഗോ ഇൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ലെറ്റ്സ് കഴിഞ്ഞിട്ടാണ് നോട്ട് വരുന്നത്. ലെറ്റ്സ് നോട്ട് ഗോ ഇൻ. അങ്ങനെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ സെൻറ്റൻസസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ. അങ്ങനെ എത്രയോ സെൻറ്റൻസസ് നമ്മളിന്ന് കണ്ടു.
കം ഹിയർ, സിറ്റ് ഡൗൺ, ക്ലോസ് ദ ഡോർ, ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്നതൊക്കെ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്നും നിങ്ങൾ പഠിച്ചു. ഇതൊക്കെ എങ്ങനെ കൂടുതൽ പൊളൈറ്റ് ആക്കാമെന്നും നിങ്ങൾക്ക് പറയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ സെൻറ്റൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. പക്ഷെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതല്ല കേട്ടോ. ഇന്ന് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു ഇംപെറേറ്റീവ് സെൻറ്റൻസ്, അതായത് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ എന്നോ ചെയ്യരുതെന്നോ പറയുന്ന തരം ഒരു സെൻറ്റൻസ് നിങ്ങൾ തനിയെ ഫോം ചെയ്തിട്ട് അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക് എത്രമാത്രം ഈ ക്ലാസ് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.